أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقترب للناس حسابهم وهم في غفلة معرضون. ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون. لاهية قلوبهم وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون. قال ربي يعلم القول في السماء والأرض وهو السميع العليم. بل قالوا أضغاث أحلام بل افتراه بل هو شاعر فليأتنا بآية كما أرسل الأولون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1059 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയാഇൻ്റെ പഠനത്തെ തുടർന്നുള്ള ആദ്യ ദിവസ ചർച്ചയാണ് ഇന്ന് ആരംഭിക്കുന്നത്. ചർച്ചയ്ക്ക് ആരംഭം കുറിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقترب للناس حسابهم وهم في غفلة معرضون. ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون. لاهية قلوبهم وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون. قال ربي يعلم القول في السماء والأرض وهو السميع العليم. بل قالوا أضغاث أحلام بل افتراه بل هو شاعر فليأتنا بآية كما أرسل الأولون. صدق الله العلي العظيم. സൂറത്തുൽ അംബിയയിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ സൂറത്തുൽ അംബിയയുടെ പഠനം പൂർത്തീകരിക്കുകയുണ്ടായി. 112 ആയത്തുകളുള്ള മക്കയിൽ അവതരിച്ച സൂറത്താണ് സൂറത്തുൽ അംബിയ. അതിന്റെ മുഖ്യമായ പ്രമേയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകൻ എന്നുള്ള നിലക്ക് അദ്ദേഹം മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന സന്ദേശം തന്നെയാണ് ഈ സൂറത്തിന്റെ മുഖ്യമായ പ്രമേയം. അടിസ്ഥാനപരമായി അത് അള്ളാഹുവിന്റെ ഏകത്വത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെയും പാരത്രിക ജീവിതത്തെയും ഊന്നിക്കൊണ്ടുള്ളതാണ്. ഇതിലെ ചർച്ചയ്ക്ക് വരുന്ന മുഖ്യമായ വിഷയങ്ങളൊക്കെ തന്നെ. അപ്പം തൗഹീദും റിസാലത്തും ആഖിറത്തും ഈ 3 വിഷയങ്ങളാണ് ഈ സൂറത്തില് മുഖ്യ പ്രമേയങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. ജനങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനോട് അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രവാചകൻ എന്നുള്ള നിലക്കുള്ള ദൗത്യത്തോട് വേണ്ടത്ര ഗൗരവത്തിലല്ലാതെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന
ആ നിസ്സാരമാക്കലിന്റെ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തുടക്കത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. അതിനെ തുടർന്ന് അവര് ശത്രുതാപരമായ നിലപാടോടുകൂടി, എതിർപ്പുകളോടുകൂടി, വിരോധം കാണിച്ചുകൊണ്ട് ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പെരുമാറുന്നതും അദ്ദേഹത്തെക്കുറിച്ച് രഹസ്യമായും പരസ്യമായും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും അദ്ദേഹത്തിന് എതിരില് ഉപചാപങ്ങളും ഗൂഢാലോചനകളും ഒക്കെ നടത്തുന്നതും ഒക്കെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. സൂറത്തിന്റെ തുടക്കത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രഭാഷണം ആരംഭിക്കുന്നത്. ഇതേ കാര്യത്തിലേക്ക് തിരികെ എത്തിക്കൊണ്ടാണ് സൂറത്ത് അവസാനിക്കുന്നത്. ഈ കാര്യം നമ്മൾ സൂറത്തിലെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ആയാത്തുകള് പഠന വിധേയമാക്കിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയുണ്ടായി. സാന്ദർഭികമായി ധാരാളം പ്രവാചകന്മാരെയും അവരുടെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശ്രദ്ധ പതിയേണ്ട ചില വിഷയങ്ങളെയും ഒക്കെ അള്ളാഹു ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഈ സൂറത്തിന് അൽ അംബിയ എന്നാണ് പേര് നൽകപ്പെട്ടിട്ടുള്ളത്. പ്രവാചകന്മാർ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അംബിയ എന്ന പേര് ഈ സൂറത്തിന് ലഭിക്കുന്നതിന് കാരണമാകുന്ന വിധത്തില് ധാരാളം പ്രവാചകന്മാരുടെ പേരുകളും അവരുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ഈ സൂറത്തിൽ പരാമർശിക്കപ്പെടുന്നു എന്നതാണ് ഈ സൂറത്തിന്റെ പ്രത്യേകത. വിശ്വാസപരമായ ഒരു അടിത്തറയിൽ ബിൽഡപ്പ് ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണം മുന്നോട്ട് പോവുകയുണ്ടായത്. അത് മക്കയിലെ 13 വർഷക്കാലം പിന്നിട്ട് മദീനയിൽ എത്തുന്നതോടുകൂടി അവിടെ വിശ്വാസപരമായി കൃത്യതയോടുകൂടി അതിനെ പിൻപറ്റാൻ സന്നദ്ധരായ ഒരു വലിയ സമൂഹം രൂപപ്പെട്ടു വരുന്നുണ്ട്. അങ്ങനെ മദീനയിൽ എത്തുന്നതോടുകൂടി വിശുദ്ധ ഖുർആന്റെ പ്രതിപാദ്യങ്ങളും അതിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ തന്നെ വിശ്വാസപരം എന്നതിനേക്കാൾ ഏറെ ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതക്രമം പഠിപ്പിക്കുക എന്നൊരു ഫോക്കസിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മക്കയിൽ അവതരിച്ച ഈ സൂറത്ത് അൽ അംബിയ ഉൾപ്പെടെയുള്ള നമ്മൾ ഇതിനകം പഠന വിധേയമാക്കിയ ധാരാളം സൂറത്തുകളുണ്ട്. അവയൊക്കെയും തന്നെ വിശ്വാസപരമായ അടിത്തറയിൽ ഊന്നിക്കൊണ്ടുള്ളതാണ് എന്നത് നമ്മൾ മനസ്സിലാക്കിയുണ്ടായ ഒരു കാര്യമാണ്. തൗഹീദും റിസാലത്തും ആഖിറത്തുമാണ്, അഥവാ ഏകദൈവ വിശ്വാസം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം, മരണാനന്തരമുള്ള പാരത്രിക ലോക ജീവിതം, ഈ 3 വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് മക്കയിൽ അവതരിച്ചിട്ടുള്ള സൂറത്തുകൾ അതിന്റെ പ്രമേയങ്ങളായിട്ട് കൈകാര്യം ചെയ്യുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇന്ന് സൂറത്തുൽ അംബിയാന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള 1 മുതൽ 112 വരെയുള്ള ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയാണ് നടക്കേണ്ടിയിരിക്കുന്നത്. ചോദ്യങ്ങളും നിരീക്ഷണങ്ങളും പ്രതികരണങ്ങളും വ്യത്യസ്തമായ വായനകളും ഒക്കെ ഈ ദിവസങ്ങളിൽ നമുക്ക് ആകാവുന്നതാണ് എന്നാണ് പൊതുവായി നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഇവിടെ അയച്ചു കിട്ടിയിട്ടുള്ള ചോദ്യങ്ങള് യഥാർത്ഥത്തിൽ ആവർത്തന സ്വഭാവമുള്ള ചോദ്യങ്ങളാണ്. അത്തരം ചോദ്യങ്ങൾ പലപ്പോഴും നേരത്തെ ഈ വേദിയിൽ കൈകാര്യം ചെയ്യപ്പെട്ടതുമാണ്. പക്ഷെ ഞാൻ ആ ചോദ്യങ്ങളൊന്ന് കേൾപ്പിക്കുകയും വളരെ പരിമിതമായി മാത്രം അതിനോടൊന്ന് പ്രതികരിക്കുകയും ചെയ്യാൻ തുടക്കത്തിൽ. ഈ സൂറത്തുമായോ അല്ലെങ്കിൽ നേരിട്ടോ പരോക്ഷമായിട്ടോ ഒക്കെ ഈ സൂറത്തുമായി ബന്ധമുള്ള വിധത്തിലുള്ള ചോദ്യങ്ങൾ ഒന്നുകിൽ ലൈവായിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ എഴുതിയിട്ടാൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഒക്കെ ആയിട്ട് അത് കൈകാര്യം ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ പോസ്റ്റ് ചെയ്താലും മതി. അപ്പോ ഇവിടെ അയച്ചു കിട്ടിയിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്ന്, ഇത് എല്ലാ ചോദ്യങ്ങളും 6-7 ചോദ്യങ്ങൾ 5-6 ചോദ്യങ്ങൾ ഉള്ളത് ഒക്കെ ഒരൊറ്റ ചോദ്യമായിട്ടേ കാണേണ്ടതുള്ളൂ.
അതുകൊണ്ട് ഞാൻ ഈ ചോദ്യങ്ങളെ ആദ്യം ഒന്ന് കേൾപ്പിക്കാം. ഇതെല്ലാം അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ എന്നുള്ള നിലക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത് SK എന്ന പ്രൊഫൈലിൽ നിന്നാണ്. ഇതര മതസ്ഥരെ ഭയപ്പെടുത്തി അവരെ അവരവരുടെ മതങ്ങളിൽ നിന്ന് പുറത്തെത്തിച്ച് ഇസ്ലാം മതത്തിൽ ചേർക്കാൻ ഉള്ള വെറും മാനുഷികമായ ഉദ്ദേശമല്ലേ ഈ ഭയപ്പെടുത്തുന്ന ആയത്തുകളിലൂടെ വെളിവാകുന്നത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത് ഒരു ചെറിയ പ്രതികരണം നടത്തി ഞാനിങ്ങനെ പോവുകയാണ് അതിന് ഓരോന്ന്. അപ്പൊ ഈ ചോദ്യത്തില് ഇതര മതസ്ഥരെ ഭയപ്പെടുത്തി അതുപോലെ അവരുടെ മതങ്ങളിൽ നിന്ന് അവരെ വേർപ്പെടുത്തി ഇസ്ലാം മതത്തിൽ ചേർക്കാനുള്ള ഒരു മാനുഷികമായ തന്ത്രം എന്നുള്ള നിലക്ക് അല്ലേ ഇത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഈ ആയത്തുകൾ വെളിപ്പെടുത്തുന്നത് അതല്ലേ എന്നാണ്. അതിന്റെ ഉത്തരം അല്ല എന്നുള്ളതാണ്. ഇങ്ങനെ തന്നെയാണ് ഖുർആൻ വരച്ചു കാണിക്കുന്ന കൃത്യമായ കാര്യങ്ങൾ തന്നെയാണ് വസ്തുത എന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അങ്ങനെയാണെങ്കിൽ ആ കാര്യം എങ്ങനെയാണ് ലോകത്തോട് പറയേണ്ടത്? ഇതേപോലെ തന്നെയല്ലേ പറയാം. ഖുർആൻ ഇപ്പൊ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങള് ലോകത്തോട് പറയാൻ നിങ്ങൾ ഒരുപാട് വഴികള് പരതി നോക്കൂ. അതില് ഒരു വഴി ഇത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തിരിക്കുന്ന വഴി ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനുഷ്യ സമൂഹത്തോട് പറയുക എന്നതാണ്. അപ്പോ അതിന് ഇങ്ങനെയല്ലേ സാധ്യതയുള്ളത്? ആളുകളെ മറ്റ് മതങ്ങളിൽ നിന്ന് അടർത്തി മാറ്റുക എന്നത് തീർച്ചയായിട്ടും ഇതിന്റെ ലക്ഷ്യമാണല്ലോ. അതിലെന്താണ് സംശയമുള്ളത്? പക്ഷെ അത് മാനുഷികമായ ഒരു തന്ത്രം, മനഃശാസ്ത്രപരമായ ഒരു ഇടപെടൽ എന്നൊക്കെ ഉള്ളതിനോട് യോജിപ്പില്ല. ആളുകള് ദുർമാർഗത്തിലൂടെയാണ് ജീവിത പ്രയാണം നടത്തുന്നത് എന്നത് ഒരു വസ്തുതയായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ അബദ്ധ മാർഗങ്ങളിൽ നിന്ന് ജനങ്ങളെ സത്യമാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ഇസ്ലാമിന്റെ ദൗത്യമാണ്. അത് പക്ഷേ സമ്മർദ്ദം ചെലുത്തിയോ പേടിപ്പിച്ചോ ഭയപ്പെടുത്തിയോ ഒന്നുമല്ല, ഉള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഉള്ളത് വസ്തുത ഇതാണെങ്കിൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സത്യമാർഗം സ്വീകരിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് നൽകപ്പെടുന്ന സ്വർഗം എന്ന സന്തോഷ വാർത്തയും അതിന് കൂട്ടാക്കാതെ വിമുഖത കാണിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് നരകവും എന്ന ഖുർആൻ മുന്നോട്ട് വെക്കുന്ന പ്രമേയമാണ് വസ്തുതയെങ്കിൽ അതിങ്ങനെയൊക്കെ തന്നെയല്ലേ പറയാൻ പറ്റുക. ഈ പറയുന്നത് അതാണ് എന്നത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ വെറും തട്ടിപ്പാണ്, ആളുകളെ വഞ്ചിതരാക്കിയിട്ട് ഈ ആശയത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ അനുയായികളാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് എന്നൊക്കെ നിങ്ങൾക്ക് സങ്കല്പിക്കാം. അങ്ങനെ നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ബുദ്ധിപരമായ ദൈക്ഷണികമായ കാര്യങ്ങളെ ഉൾക്കൊള്ളാതെ അതിൽ നിന്ന് ശ്രദ്ധ പൂർണ്ണമായിട്ടും പിൻവലിച്ചുകൊണ്ട് ഈ പാരത്രിക ലോകത്തെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ അത് മനുഷ്യനെ വഞ്ചിതരാക്കാൻ വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്ന നിലക്ക് ശഠിച്ച് വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ നിലക്കൊള്ളാം. നിങ്ങൾ ആ നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഇസ്ലാമിലുള്ള പേരാണ് കുഫ്ർ എന്നത്, സത്യനിഷേധം എന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കാഫിറായിട്ട് മാറും. കാഫിർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഈ വിധത്തിൽ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും നിഷേധിയായി കഴിയുന്ന ഒരാൾ എന്നാണ് കാഫിറിന്റെ അർത്ഥം. അതിന് സാക്ഷ്യം വഹിക്കുമ്പോൾ നിങ്ങൾ സത്യവിശ്വാസിയായിട്ട് മാറും. അത് ഹക്കാണ് എന്നതിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അതാണ് മുഅ്മിന്റെ അവസ്ഥ. അപ്പോ ഇത് നിങ്ങളുടെ ചോയ്സ് ആണ്. അതില് നമുക്ക് പ്രത്യേകിച്ച് ഇടപെടാനോ അല്ലെങ്കിൽ പറയാനൊന്നും ഒരു സ്പേസ് ഇല്ല. അത് ഒരാളെ നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാല് അയാള് സത്യസന്ധനാണോ വ്യാജനാണോ എന്നത് തീരുമാനിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തീരുമാനിച്ചോളൂ. ഇവിടെ ഉള്ളത് അതാണ്, സംഭവിക്കുന്നത് അതാണ്. ഈ ആളെ ട്രസ്റ്റ് ചെയ്യണോ വേണ്ടേ? മാനവ ചരിത്രത്തില് മുഹമ്മദ് എന്ന ഈ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നത് നിങ്ങളൊന്ന് നിങ്ങളുടെ ശ്രമങ്ങൾ നടത്തിയിട്ട് നിങ്ങളുടെ കഴിവുകളൊക്കെ ഉപയോഗപ്പെടുത്തി പരിശോധിച്ച് പഠിച്ചോളൂ. എന്നിട്ട് നിങ്ങളൊരു തീരുമാനത്തിൽ എത്തിക്കോ. എന്നോട് ഇത് ചോദ്യമായിട്ട് ചോദിച്ചാൽ ഇതൊക്കെ വെളിവാക്കുന്നത് ഈ മാനുഷികമായ ഈ ഈ ഹിഡൻ അജണ്ട അല്ലേ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ അതിന് നൽകുന്ന ഉത്തരം അല്ല എന്നതാണ്. കാരണം എനിക്ക്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ബോധ്യമുണ്ട്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വാക്യങ്ങളാണ് എന്നും ബോധ്യമുണ്ട്. നിങ്ങൾ പഠിച്ചു നോക്കൂ, എന്നിട്ട് നിങ്ങളൊരു തീരുമാനത്തിലെടുത്തോ, എത്തിക്കോ. അത് നിങ്ങൾക്ക് സത്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഅ്മിനാവും, അതല്ല എങ്കിൽ നിങ്ങൾ കാഫിറാവും. അതാണ് അതിന്റെ പരിണിതി. അപ്പോ അടുത്ത ചോദ്യം, ഇതൊക്കെ മാനുഷികമായ ആ, സ്വാർത്ഥതയുടെ സൂചനയല്ലേ എന്നാണ്. ഇതൊക്കെ എങ്ങനെയാണ് സർവശക്തനായി കരുതപ്പെടുന്ന ദൈവത്തിന്റെ വാക്കുകൾ ആകുന്നത്? ഇത് ഏതൊരായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന കാര്യമായിരിക്കും. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങള് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു 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 ശക്തി അത് എങ്ങനെയാണ് കാരുണികനായ ദൈവമാവുക, സർവശക്തനായ ദൈവമാവുക? ഇത് മനുഷ്യന്റെ സഫലമായ കണക്കുകൂട്ടലുകളും അല്ലെങ്കിൽ താല്പര്യങ്ങളും ഒക്കെ അല്ലേ എന്നതാണ് ഇയാളുടെ ചോദ്യം. അപ്പൊ ഇതൊക്കെ ഇത് മാനുഷികമായ സ്വാർത്ഥതയുടെ താല്പര്യമല്ലേ എന്ന് ചോദിച്ചാൽ വീണ്ടും ഒറ്റ വാക്കിൽ ഞാൻ അല്ല എന്നാണ് ഉത്തരം പറയാം. ഇത് ദൈവത്തിനെ സർവശക്തനായി കരുതപ്പെടുന്ന ദൈവം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് വളരെ വലിയ സ്വാർത്ഥതയല്ല പ്രകടമാവുന്നത് എന്നതാണ് ഉന്നയിക്കപ്പെടുന്ന കാര്യം. സർവശക്തനായ ദൈവം എന്നൊന്ന് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ദൈവം എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജനനം മുതൽ മരണം വരെ ഭൂമുഖത്തുള്ള വിഭവങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി തിന്നും കുടിച്ചും ആസ്വദിച്ചും ആനന്ദിച്ചും അവസാനം ഭൂമുഖത്ത് തന്നെ ചത്തൊടുങ്ങി അങ്ങ് മണ്ണിൽ ലയിച്ചു ചേരാൻ വേണ്ടിയാണ് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് നിങ്ങളുടെ നിലപാട് എങ്കിൽ, നിങ്ങളുടെ തിരിച്ചറിവ് അങ്ങനെയാണ് എങ്കിൽ, അത് നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ തുടർന്നോളൂ. അത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ജീവിതം പ്രത്യേകിച്ച് ഒരു പേർപ്പസും ഇല്ലാത്ത ഒരു സംഗതിയാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് യാതൊരു നിലക്കും പറ്റില്ല. മനുഷ്യന് പ്രത്യേകിച്ച് ഈ നമ്മളുടെ കന്നുകാലികളുടെയോ ജീവജാലങ്ങളുടെയോ ഒന്നും രൂപത്തിലല്ല, അല്ലെങ്കിൽ അവരുടെ ഒന്നും പ്രകൃതത്തോടു കൂടിയല്ല അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യന് തിരിച്ചറിവിനുള്ള ബുദ്ധി നൽകിയിട്ടുണ്ട്, അതിനുള്ള ഇന്ദ്രിയങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവജാലങ്ങൾ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ കണ്ടൊരു ചിത്രം, ഒരു വലിയൊരു പക്ഷി, പരുന്തോ അല്ലെങ്കിൽ അതുപോലെയുള്ള വേട്ടയാടി ജീവിക്കുന്ന ഒരു പക്ഷി ഒരു കോഴിക്കുഞ്ഞിനെ കടിച്ചു കീറി കൊത്തി കീറി അങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ആ കോഴിക്കുഞ്ഞ്, ഒരു കൂട്ടം കോഴിക്കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്ന് ഒന്നിനെ ആ പക്ഷി തട്ടിയെടുത്തിട്ട് അതിനെ കൊത്തിവലിച്ച് തിന്നുകൊണ്ടിരിക്കുക. എന്നാൽ അതിനെപ്പറ്റി യാതൊരു ധാരണയും ഇല്ലാതെ തന്നെ ആ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് വന്നിട്ട് ഈ പക്ഷി കൊത്തി വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ജീവനുള്ള അല്ലെങ്കിൽ പിടച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കുഞ്ഞിന്റെ ദേഹത്ത് കൊത്തിയിട്ട് അതിന്ന് ഒരു കഷ്ണം കൊത്തിയെടുത്ത് തിന്നാൻ പറ്റുമോ നോക്കുകയാണ് വേറൊരു കോഴിക്കുഞ്ഞ് വന്നിട്ട്. ഇതാണ് ജീവജാലങ്ങളുടെ ബുദ്ധിപരമായ അവസ്ഥ. ഇതുപോലെയല്ല മനുഷ്യന്റെ സൃഷ്ടിപ്പ്. മനുഷ്യന് വിവേചന ബുദ്ധി എന്നൊരു സംഗതി നൽകപ്പെട്ടിട്ടുണ്ട്. ഈ വിവേചന ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ അത് പ്രയോജനപ്പെടുത്തിയിട്ടാണ് മനുഷ്യൻ ഈ ഇത്രയും വലിയ ഒരു നാഗരികത തന്നെ കഴിഞ്ഞ പിന്നിട്ട നൂറ്റാണ്ടുകളിലായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 1-2 നൂറ്റാണ്ടുകളിൽ ലോകത്തുണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം, അത് നാഗരിക ജീവിതത്തില് മനുഷ്യന്റെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം വളരെ വളരെ ശ്രദ്ധേയമായ, വളരെ വളരെ വിപ്ലവാത്മകമായ മുന്നേറ്റമാണ്. ഇത്തരം മുന്നേറ്റങ്ങളൊക്കെ സാധിക്കുന്ന വിധത്തിലുള്ള ബുദ്ധിപരമായ ദൈക്ഷണികമായ കഴിവുകൾ നൽകപ്പെട്ടിട്ടുണ്ട് മനുഷ്യന്. ഇങ്ങനെ ഒരു മനുഷ്യനെ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു? എന്താണ് ആ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ പേർപ്പസ്? ഖുർആൻ വ്യക്തമായിട്ടും പറയുന്നു, ഈ പ്രപഞ്ച സൃഷ്ടിപ്പിലെ അസംഖ്യം ആയാത്തുകളെ ഉൾക്കൊണ്ടുകൊണ്ട്, ദൈവിക ദൃഷ്ടാന്തങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്, മറഞ്ഞിരിക്കുന്ന ഗായിബായിട്ടുള്ള അള്ളാഹുവിനെ, സൃഷ്ടാവായ റബ്ബിനെ തിരിച്ചറിഞ്ഞ് അവന് വിധേയപ്പെടുന്ന ഒരു നിലപാടിലേക്ക് മനുഷ്യൻ വരുന്നതിന് വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നാം
ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടുള്ളത് നമുക്ക് അടിമപ്പെട്ടുകൊണ്ട് നമുക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ്. അപ്പൊ ആ തിരിച്ചറിവ് വളരെ പ്രധാനമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ പറയുന്നത് മനുഷ്യന്റെ ജന്മത്തിന്, മനുഷ്യന്റെ ജീവിതത്തിന്, മനുഷ്യൻ എന്നൊരു സ്വത്വം ഇവിടെ നിലനിന്ന് പോകുന്നതിന് പ്രത്യേകിച്ച് യാതൊരു പേർപ്പസും ഇല്ല എന്നുള്ളതാണ്. പരമാവധി പേർപ്പസ് എന്താണെന്ന് ചോദിച്ചാല് ഇവിടുത്തെ വിഭവങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി തിന്നും കുടിച്ചും ആനന്ദിച്ചും ആഹ്ലാദിച്ചും ഒക്കെ അങ്ങനെ കാലം കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ ചത്തു വീഴാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് നിങ്ങളുടെ ഒരു വീക്ഷണം എന്ന് എനിക്ക് നിങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഖുർആൻ പറയുന്ന അങ്ങനെയല്ല. മനുഷ്യന്റെ സൃഷ്ടിപ്പിന് ഒരു ലക്ഷ്യമുണ്ട്, സ്വോദ്ദേശപരമാണ്, അതിന് ഒരു ആഖിബത്ത് വരാനിരിക്കുന്നു, കാര്യങ്ങൾ വിലയിരുത്തപ്പെടുന്ന ഒരു സമയം ഉണ്ടാകും എന്നൊക്കെയാണ് ഖുർആൻ പറയുന്നത്. ഇനി ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ഉന്നയിക്കേണ്ട. ഇനി നിങ്ങൾ സ്വയം ചോദിച്ച് ഒരു ഉത്തരം കണ്ടെത്തിയാൽ മതി. അതിനുള്ള ദൈക്ഷണികമായ കഴിവുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ വഴി നിങ്ങളുടേതാണ്, എന്റെ വഴി എന്റേതുമാണ്. അപ്പൊ അടുത്ത ചോദ്യം, നരകത്തിന്റെ ആരവം, സ്വർഗത്തിലെ സുഖാനുഭവങ്ങൾ എല്ലാം ഇങ്ങനെയുള്ളതല്ലേ എന്നാണ്. മനുഷ്യനെ പ്രലോഭിപ്പിച്ചും ഭയപ്പെടുത്തിയും ഈ സംസാരിക്കുന്ന ആളുടെ ചിന്താപരമായ തലത്തിലേക്ക് അല്ലെങ്കിൽ ആ നിലപാടിലേക്ക് കൊണ്ടുവന്ന് അവരെ പിൻഗാമികളോ അല്ലെങ്കിൽ അനുയായികളോ ഒക്കെ ആക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള സ്വാർത്ഥമായ താല്പര്യം, ഇതൊക്കെ അങ്ങനെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സ്വർഗവും നരകവും അന്ത്യപ്രവാചകൻ എത്താതെ ആരും പോവുകയില്ലല്ലോ. ഒരു മനുഷ്യന്റെ ഭാവന ഉപയോഗിച്ച് ഈ വർണ്ണനകൾ നടത്തി മനുഷ്യരെ അടിമകളാക്കി പിന്നിൽ നിർത്താനുള്ള സൈക്കോളജിക്കൽ മൂവ് മാത്രമാണ് ഇതൊക്കെ എന്ന് വ്യക്തമല്ലേ എന്നാണ് ചോദ്യം. ഒരു വ്യക്തതയും അങ്ങനെയുള്ള ഒരു ധാരണയിലേക്ക് എത്താനില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പകൽ വെളിച്ചം പോലെ ഒരു തുറന്ന അവസ്ഥയിൽ, തുറന്ന പുസ്തകമായിട്ട് എല്ലാവരുടെയും കൺമുന്നിലുണ്ട്. വിശദമായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക. കപടന്മാരെയും അല്ലെങ്കിൽ വ്യാജന്മാരെയും സത്യവാന്മാരെയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു വിവേചന ബുദ്ധി നൽകപ്പെട്ടിട്ടുള്ള ആളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തിയിട്ട് നിങ്ങൾ രണ്ടാളുകൾ വരുന്നുണ്ട്. ഒരാളുടെ വേഷവിധാനം, രണ്ടുപേരുടെയും വേഷവിധാനം വലിയ മാന്യന്മാരായിട്ടാണ്. അങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നതെങ്കിൽ അവരെ മാന്യന്മാര്, അത് കൂട്ടത്തിൽ മാന്യൻ ആരാണ്, മാന്യനല്ലാത്ത വ്യാജനായത് ആരാണ് എന്നതൊക്കെ നിങ്ങൾ ഒരു ചെറിയ സാമ്പത്തിക ഇടപാടോ അതുപോലെയുള്ളതോ നടത്തുമ്പോ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരാളെ പഠിച്ച് മനസ്സിലാക്കുമല്ലോ. അപ്പൊ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആള് ആരാണ്, അല്ലാത്തത് ആരാണ്? രണ്ടാളുടെയും വേഷവും രൂപവും ഘടനയൊക്കെ ഒരുപോലെയാണെന്ന് സങ്കല്പിച്ചു നോക്കൂ. അപ്പൊ അത് കണ്ടെത്താൻ ഒരു ശ്രമം നിങ്ങൾ നടത്തും. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും. അപ്പോ നിങ്ങൾ അതുപോലെ തീരുമാനിച്ചോളൂ. ഞാൻ എന്റെ കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞതാണ്. മറ്റൊന്ന്, നേരിട്ട് അള്ളാഹുവിന്റെ പേരിൽ ഈ ഭീഷണികൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ പോലും മക്കക്കാർ അംഗീകരിച്ചിട്ടില്ല എന്നത് അവരുടെ ബുദ്ധിപരതയാണ് സൂചിപ്പിക്കുന്നത്. പിന്നീട് കീഴടക്കപ്പെട്ടതിന് ശേഷവും ഖലീഫമാരുടെ ഭരണകാലത്തും ബലപ്രയോഗത്തിലൂടെ ഈ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടത് എന്നതാണ് ചോദ്യം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും തെളിവുകളും പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടും അതൊന്നും സ്വീകരിക്കാൻ കൂട്ടാക്കാതെ നിന്ന മക്കക്കാരുടെ നിലപാടാണ് ഏറ്റവും ബുദ്ധിപരമായത് എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പോ വിശുദ്ധ ഖുർആന്റെ ഇത്രയും ആയാത്തുകൾ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടും അതിനെക്കുറിച്ച് അതിന്റെ ആഴത്തിലും വളരെ സൂക്ഷ്മമായ തലത്തിലൊക്കെ പഠന വിധേയമാക്കിയിട്ടും അത് ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന നിങ്ങളാണ് കൂടുതൽ ബുദ്ധിപരതയുള്ള ആള് എന്നാണ് അതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ഒരു ഉത്തരം ലഭിക്കുക അതിന് സമയമാകുമ്പോഴാണ്. ആരാണ് ബുദ്ധിപരമായിട്ട് മികവ് കാണിച്ചത്, ആരാണ് ബുദ്ധിപരമായ ഏറ്റവും വലിയ മൗഢ്യം ചെയ്തത് എന്നത് തിരിച്ചറിയാൻ വേണ്ടി അള്ളാഹു ഒരു ദിവസം വെച്ചിട്ടുണ്ട്. ആ ദിവസം എത്തുമ്പോ നിങ്ങളായിരുന്നോ മക്കക്കാരായിരുന്നോ അതല്ല മറുപക്ഷത്തുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ അനുയായികളും ഈ അറ്റത്തെത്തി നമ്മളൊക്കെ
ആ പക്ഷത്തും ആ ക്യാമ്പിലും ആണല്ലോ ഉള്ളത്. ഈ രണ്ട് വിഭാഗങ്ങളിൽ യഥാർത്ഥത്തിൽ ബുദ്ധിപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ശരിയായ ഹക്കിലേക്ക് എത്തിയത് ആരാണ് എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു സമയം വന്നിട്ടുണ്ട്. ചരിത്രത്തിൽ ഫിറഔന്റെ അനുഭവം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഫിറഔൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുമ്പോൾ വിളിച്ചു പറയുന്ന ഒരു കാര്യം, മൂസായുടെയും ഹാറൂന്റെയും ഇലാഹിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെ ആ മരണം തൊണ്ടക്കുഴിയിൽ എത്തുന്ന നേരത്ത് തിരിച്ചറിയും. അതുകൊണ്ടാണ് മരണത്തെ യഖീൻ എന്ന് പറയുന്നത്. ദൃഢബോധ്യം എന്നാണ് അതിന്റെ അർത്ഥം. ഹെത്തായ എത്തിയക്കൽ യഖീൻ എന്നൊരു പ്രയോഗം ഖുർആനിൽ കാണാൻ പറ്റും. അപ്പൊ മരണത്തിന് മുമ്പായിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ട്. ആ മൊമെന്റില് കൃത്യമായിട്ടും നിങ്ങൾക്ക് ബോധ്യം വരും ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നത്. ആ ബോധ്യം വരുന്ന നിമിഷം നിങ്ങൾ എന്ത് വിളിച്ചു പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അത് അംഗീകരിക്കപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ നിലപാടുകൾ എടുത്തുകൊണ്ട് ജീവിക്കാൻ അവസരമുള്ള ഒരു സമയത്ത് നിങ്ങൾ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്വീകാര്യമാകും. മരണവക്ത്രത്തിൽ കഴിയുന്ന ആ നിമിഷത്തില് സത്യവും അസത്യവും വേർപെട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുകയും നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്ത് അന്നേരം വിളിച്ചു പറയുന്നത് സ്വീകാര്യമാവുകയില്ല എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തില് ഇത് ആരാണ് ബുദ്ധിപരമായ നിലപാട് സ്വീകരിച്ചത്, ആരാണ് തീർത്തും മൂഢമായ നിലപാട് സ്വീകരിച്ചത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അള്ളാഹു ഒരു അവസരം വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതുവരെ കാത്തിരുന്നോളൂ എന്നാണ് അത് സംബന്ധമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ പിൽക്കാലത്ത് ഖലീഫമാരുടെ ഒക്കെ കാലത്ത് ജനങ്ങള് നബിയുടെ കാലത്ത് മക്കയിലുള്ള ആളുകൾ ബുദ്ധിപരമായി നിഷേധത്തിൽ നിന്നു. പിന്നീട് അവര് കീഴടക്കപ്പെട്ടു. ഖലീഫമാരുടെ കാലത്ത് അവര് നിർബന്ധിതരായി വിശ്വാസം അവരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത് കൊണ്ട് അതിന്റെ ആളുകളായി തുടർന്നു എന്നൊക്കെയാണ് ഇവര് പറയുന്നത്. ആ ആളുകളൊക്കെ ആ തലമുറയ്ക്ക് പോയി. അവരുടെ പിന്മുറക്കാര് 1500ഓളം വർഷങ്ങൾ പിന്നിട്ടിട്ടുള്ള ഒരു തലമുറയാണ് ഇന്നുള്ളത്. നിങ്ങൾ പോയിട്ട് അവിടെയുള്ള ആളുകളെ നിങ്ങൾ പറയുന്ന മാർഗത്തിലേക്ക് വിളിച്ചോളൂ. പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതാണല്ലോ നിരന്തരമായിട്ട്. സത്യമാർഗത്തിലുള്ള ആളുകളെ അവരെ അസത്യമാർഗത്തിലേക്ക് പ്രലോഭിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമം പിശാചും പിശാചിന്റെ അനുയായികളും നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്കും ശ്രമിക്കാവുന്നതേ ഉള്ളൂ. അത് അടിച്ചേൽപ്പിച്ചതാണെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടിയിട്ട് പുറത്തു പോകാൻ എത്രയോ അവസരങ്ങള് ഈ ആളുകൾക്കൊക്കെ ഉണ്ട്. ഭൂമി അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഈ ഭൂമി വളരെ വിശാലമാണ്. നിങ്ങൾക്ക് ഒരിടത്ത് നിങ്ങളുടെ വിശ്വാസ മാർഗത്തില് നിലക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് നിങ്ങൾക്ക് പോകാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മക്കയിലെ തുടരെ എല്ലാ തലമുറകളെയും ഈ വിധത്തിൽ വിശ്വാസം അടിച്ചേൽപ്പിച്ച് അങ്ങനെ നിൽക്കുകയാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരു അടിച്ചേൽപ്പിക്കലും ഇല്ലാതെ ആണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങള് ഇസ്ലാമികമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, ഇവിടെ മുസ്ലിമായി ജീവിക്കലാണ് പ്രയാസം. പക്ഷെ ഈ പ്രയാസവും പ്രതിസന്ധിയും വെല്ലുവിളിയൊക്കെ ഉള്ളപ്പോ തന്നെ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഇന്ത്യയില് അള്ളാഹുവിന്റെ മാർഗത്തിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഒരു സമ്മർദ്ദവും ഇല്ല. ഭരണകൂടത്തിന്റെ സമ്മർദ്ദമോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള സമ്മർദ്ദം ഒന്നുമില്ല മുസ്ലിമായി ജീവിക്കണം എന്നതിന്. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ നമ്മളെ പോലെയുള്ള ആളുകള് ഇസ്ലാമിക വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറയുക അത് നിങ്ങൾ വിഡ്ഢികളായത് കൊണ്ടാണ്, ബുദ്ധിപരമായ ഒരു നിലപാട് നിങ്ങൾക്ക് സാധ്യമല്ലാത്തത് കൊണ്ടാണ് എന്നാണ്. ഇതിനി ഒരു IQ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് നോക്കേണ്ടി വരും. നിങ്ങൾക്കാണോ എനിക്കാണോ നിങ്ങളുടെ പക്ഷത്തുള്ള ആളുകൾക്കാണോ എന്റെ പക്ഷത്തുള്ള ആളുകൾക്കാണോ ബുദ്ധിപരമായ മികവുള്ളത് എന്നതൊക്കെ അത് നിങ്ങൾക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വല്ല ടെസ്റ്റൊക്കെ നിങ്ങൾ കണ്ടക്ട് ചെയ്തോളൂ. എനിക്ക് അതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ബേസിക് ആയിട്ട് ഒരു റുഷ്ദുള്ള എല്ലാ മനുഷ്യനും സത്യം തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിയും കഴിവും ഒക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നതാണ്. അപ്പോ നിങ്ങള് സത്യപ്രവാചകന്മാരെ അവിശ്വസിക്കുകയും തള്ളിക്കളയുകയും അവരെ വ്യാജരായിട്ട് കാണുകയും ചെയ്യുന്ന നിങ്ങള് ലോകത്ത് വ്യാജങ്ങളുടെ ഹോൾസെയിൽ ഏജൻസീസ് ആയിട്ട് ജീവിക്കുന്ന ആളുകളുടെ വ്യാജവും
അവരുടെ മൗഢ്യവും ഒന്നും കാണുന്നേ ഇല്ല എന്ന വിചിത്രമായ ഒരു അവസ്ഥയാണ് എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ കാണാൻ പറ്റുന്നത്. എന്തായാലും അവസാനമായി അദ്ദേഹം അയച്ചിരിക്കുന്ന ഒരു ചോദ്യം, പിന്നീട് വളരെ ചെറുപ്രായത്തിൽ തന്നെ നൽകുന്ന മതവിദ്യാഭ്യാസത്തിലൂടെ പിൻതലമുറകളുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ടു. ഇന്ന് ഒരു വിഭാഗം അറബികൾ രാജ്യത്തിന്റെ കിരാത മത നിയമങ്ങൾക്ക് അടിമപ്പെട്ട് ഈ വിശ്വാസം അവരുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്കും ഭാഷാപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അനുകൂലമായതിനാൽ ഇത് പിന്തുടരുന്നു. വല്ലാത്തൊരു കണ്ടെത്തലാണിത്. അത് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് എന്നാ പിന്നെ അല്പം സൈനിക ശേഷിയോ ആയുധശേഷിയോ ഒക്കെ ഉള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ കൂടെ നിൽക്കുകയല്ല നല്ലത്. സാമ്രാജ്യത്വ ശേഷി എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്ത് സാമ്രാജ്യത്വ ശേഷിയാണ്, എന്ത് ഭാഷാപരമായിട്ടുള്ള സ്വാർത്ഥതയാണ് എന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ലോകത്ത് സാമ്പത്തിക ആവശ്യങ്ങൾക്ക്, വാണിജ്യ താല്പര്യങ്ങൾക്ക്, അതുപോലെ വൈജ്ഞാനിക ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഭാഷ വളർന്ന് സ്വീകാര്യമായി പ്രചരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയൊക്കെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് പ്രചാരം നേടിയതും അങ്ങനെയാണ്. ഇന്ന് നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഭൗതികമായ താല്പര്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ടുള്ളതാണ്. ഖുർആന്റെ ഭാഷയായതുകൊണ്ട് കൂടിയാണ് അറബി ഭാഷയ്ക്ക് വലിയ പ്രചാരം ലഭിക്കുന്നത്. അത് ഇസ്ലാമിലുള്ള വിശ്വാസം കാരണമായിട്ട് ആഫ്രിക്കയിലൊക്കെ ചില നാടുകളില് ചില ഗ്രാമങ്ങൾ മുഴുവനായിട്ടും ഖുർആൻ മനഃപ്പാഠം പഠിച്ച ആളുകളൊക്കെ ഉണ്ട്. അവര് പരസ്പരം ദിനേന സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങള് ഖുർആന്റെ ആയത്തുകളെ ഓരോ സന്ദർഭങ്ങളിലേക്കും അപ്രോപ്രിയേറ്റ് ചെയ്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എന്ന നിലക്കൊക്കെ പലയിടത്തും നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ കൊണ്ട് മാത്രം സംസാരിക്കുന്ന ആളുകൾ. അത് ഖുർആനെ അത്രയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് കൊണ്ട് നടക്കുന്ന ഒരു സമൂഹം പ്രകടിപ്പിക്കുന്ന അതിനോടുള്ള ഒരു ആവേശവും അതിനോടുള്ള ഒരു വൈകാരികതയുമാണ് എന്നതാണ് വസ്തുത. നിങ്ങൾക്ക് അതിനെ സത്യമായി കാണണമെന്നുണ്ടെങ്കിൽ അള്ളാഹിനോട് ഒരു പ്രാർത്ഥന നടത്തിക്കോളൂ. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖ വർസുഖ്ന ഇത്തിബാഅ. അതുപോലെ അല്ലാഹുമ്മ അരിനൽ ബാത്തില ബാത്തില വർസുഖ്ന ഇജ്തിനാബ. അല്ലാഹുവെ സത്യമായി കാണിച്ച് തരണമേ, അതിനെ പിൻപറ്റുവാനുള്ള തൗഫീഖും നീ നൽകണമേ. അതുപോലെ അസത്യത്തെ അസത്യമായി കാണിച്ചു തരികയും അതിനെ കൈവെടിയാനുള്ള ഒരു സാഹചര്യവും എനിക്ക് തരണമേ എന്നാണ് ആ പ്രാർത്ഥന. നിങ്ങൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ ഈ അടഞ്ഞ നിഷേധം കാണിക്കുന്നതിന് പകരം ഒരു സത്യാന്വേഷിയായിട്ട് മാറും. അപ്പോ അള്ളാഹു നിങ്ങൾക്ക് വഴി തുറന്നു തരും. ഈ ഒരൊറ്റ വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ ആ കാര്യം അവസാനിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വേറെ ചോദ്യങ്ങള് ആർക്കെങ്കിലും ഉന്നയിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിലായ സാഹിബ്, ഞാന് ഒരു 2 സംശയങ്ങൾ ചോദിക്കാന്. ഒന്ന്, ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന അംബിയാ സൂറത്തിലെ 107-ാമത്തെ ആയത്ത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിലെ സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടല്ല നിങ്ങളെ അയച്ചിട്ടില്ല. അപ്പൊ ഈ ആയത്ത് പിന്നെ സാധാരണ നമ്മള് എപ്പോഴും ചർച്ച ചെയ്യാറുള്ള ഒരു ആയത്ത് നമ്മൾ റബീഉൽ അവ്വലായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ റബീഉൽ അവ്വലില് ഈ പിന്നെ നബിദിനം എന്നൊരു കൺസെപ്റ്റിന് വരുമ്പോ അതിനെ അനുകൂലിക്കുന്നവര് വ്യാപകമായിട്ട് ഓതുന്ന ഒരായത്താണിത്. അപ്പൊ ഇത് മാത്രല്ല, ഇതിൽ കൂടെ അവര് പിന്നെ സൂറത്ത് യൂനിസിലെ 58-ാമത്തെ സൂറത്ത് ആയത്തും കൂടി ഓതിയിട്ടാണ് അതിന് സമർത്ഥിക്കാറുള്ളത്. അതായത് കുൽ ബി ഫളില്ലാഹി വ ബിറഹ്മതിഹി വ ബിദാലിക ഫൽയഫ്റഹു വഹുവ ഖൈറും മിമ്മാ യജ്മഊൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ എന്റെ ഒരു സംശയം, പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക എല്ലാ സർവ്വ ലോകങ്ങൾക്കും അനുഗ്രഹമാണ്, അതിന് സംശയമൊന്നുമില്ല. അത് ഖുർആനിനെ സമർത്ഥിച്ച കാര്യമാണ്. പക്ഷെ ഈ സൂറത്ത് 58 പിന്നെ യൂനിസിൽ 58 ഓതുമ്പോ അവര് പിന്നെ അതിന്റെ തൊട്ട് മേലുള്ള 57 ഒരിക്കലും അതിൽ ചേർത്ത് പറയാറില്ല. ഞാൻ 57 ജാഅക്കും മൗഇദത്തും മിർ റബ്ബിക്കും ശിഫാഉം വലിമാ ഫി സുദൂരി വഹുദൻ റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ എന്നുള്ളത്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ സൂറത്ത് അംബിയായിൽ 107-നെക്കാട്ടിയും ഇത് ബന്ധമുള്ളത് സൂറത്ത് പിന്നെ യൂനിസിലെ 57-നാണ്, 58-ന് സൂറത്ത് 57-നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു
മുഫസ്സിരീങ്ങള് ഇതിലെ ചോദ്യം വ്യക്തമല്ല ഇതില് ഈ ഉന്നയിച്ച അല്ല അതാ ഞാൻ വരണ്ടേ. ഉം. അപ്പോ ഈ പിന്നെ നമ്മള് നബിദിനം പിന്നെ ആഘോഷിക്കാനുള്ള ഒരു തെളിവായിട്ട് ഈ സൂറത്തുകൾ ഏതെങ്കിലും ഖുർആന്റെ ഏതെങ്കിലും മുഫസ്സിറുകൾ അത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. ഉം. പിന്നെ ഒന്നുകൂടി ഉണ്ടായിരുന്നു, ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാണോ അതോ ഇതിന്റെ കൂടെ തന്നെ ചോദിക്കാണോ? അത് കഴിഞ്ഞോട്ടെ. എന്നിട്ട് ആ അതില് ഈ നിങ്ങൾ പരാമർശിച്ച സൂറത്ത് ആയത്തുകളില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴു ലോകങ്ങൾക്കുമുള്ള കാരുണ്യമായിട്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു ഫാക്ട് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ നിയോഗം, നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ലഭിച്ചതും അദ്ദേഹം മുഖേന ആ മാർഗദർശനം ലഭിച്ചതും ഒക്കെ നിങ്ങൾ അള്ളാഹുവിനോട് ഏറെ കടപ്പാട് കാണിക്കാൻ കാരണമാകുന്ന, നിങ്ങളേറെ ആഹ്ലാദിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നതാണ് രണ്ടാമത്തെ വസ്തുത. അതിൽ നിങ്ങൾ ആനന്ദിച്ചുകൊള്ളൂ, സന്തോഷിച്ചുകൊള്ളൂ എന്നാണ് പറയുന്നത്. ഇത് ഉള്ള പ്രശ്നം ഇതിന്റെ പ്രായോഗികമായ രൂപം എങ്ങനെ എന്നത് മാത്രമാണ് അതിലെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകങ്ങൾക്ക് കാരുണ്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തെ നിയോഗിച്ച് അയച്ചതിന്റെ പേരിൽ നമ്മൾ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. അത് ബിരിയാണി വെച്ചിട്ടാണോ, അല്ലെങ്കിൽ ജാഥ നടത്തിയിട്ടാണോ, സെമിനാർ നടത്തിയിട്ടാണോ, അല്ലെങ്കിൽ അന്ന് പൊതു അവധി പ്രഖ്യാപിച്ചുകൊണ്ടാണോ, ഇതൊന്നും യാതൊരു സൂചനയും ഖുർആനിലില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന ദിവസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ആഘോഷം നടത്താൻ വേണ്ടിയാണ് അത് പറയുന്നത് എന്നതിനൊന്നും യാതൊരു അടിത്തറയും അതിലില്ല. ഇപ്പറഞ്ഞ കാര്യത്തില് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഈ രണ്ടായത്തുകളിലെ ആശയങ്ങൾക്ക് എതിർപ്പുള്ള ആരും ഖുർആന്റെ അനുയായികളായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകങ്ങൾക്കുള്ള റഹ്മത്ത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അദ്ദേഹം മനുഷ്യ രാശിയുടെ മാർഗദർശനത്തിനായി വന്നു എന്നത് നമ്മെ എല്ലാവരെയും ആഹ്ലാദിപ്പിക്കുന്ന കാര്യവുമാണ്. ഒരു പ്രശ്നവുമില്ല. ഇനിയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാമോ ഇല്ലേ എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു ദിനം ദുഃഖദിനായിട്ട് ആരും ആചരിക്കേണ്ടതില്ല. അങ്ങനെയല്ല വേണ്ടത്. അത് എല്ലാവർക്കും സന്തോഷം തരുന്ന, നമ്മളൊക്കെ ആനന്ദിക്കുന്ന ഒരു സംഗതിയാണ്. അതിന്റെ ആഘോഷങ്ങൾക്ക് അതിന് പ്രത്യേകിച്ച് ഉള്ള രീതികൾ സ്വീകരിച്ച് ആഘോഷിക്കണം എന്നുള്ളതിനൊന്നും ഇസ്ലാമിക ചരിത്രത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ ഒന്നും മാതൃക നമുക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ആഘോഷങ്ങള്, ജന്മദിനം ആഘോഷിക്കുക എന്നുള്ള സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എല്ലാവരും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ആഹ്ലാദിക്കുന്നവരും അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ സ്വലാത്തും സലാമും ഒക്കെ ആശംസിച്ചുകൊണ്ടിരിക്കുന്നവരും അദ്ദേഹത്തിന്റെ പാത കൃത്യമായി പിൻപറ്റുന്നവരും ഒക്കെ ആയിട്ടാണ് ജീവിക്കേണ്ടത്. അതാണ് അതിന്റെ പ്രമേയം. പിന്നെ വ്യത്യസ്തമായ നിലപാടുകളും അഭിപ്രായങ്ങളും ഒക്കെ രൂപീകരിച്ചുകൊണ്ട് ഇതില് വ്യത്യസ്തമായ ഒരു വഴി സ്വീകരിക്കുന്ന ഒരു രീതി ലോകത്ത് വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ തന്നെ പുലർത്തി പോരുന്നുണ്ട്. പിൽക്കാലത്ത് ഉണ്ടായി വന്ന ഒരു ആഘോഷവും രീതിയും ഒക്കെയാണ് അത് സൂക്ഷ്മത കുറവുള്ള ഒരു രീതി ആയി മാറാതിരിക്കുന്നത്, ശ്രദ്ധിക്കുന്നത് വളരെ ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനതിനെ ഏതെങ്കിലും വിധത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസ്മരിക്കുന്ന പരിപാടികൾ ഇല്ലാണ്ടാവണം എന്ന അഭിപ്രായക്കാരനല്ല. അപ്പോ ആ ദിനം പ്രത്യേകമായിട്ട്, അല്ലെങ്കിൽ ആ മാസം പ്രത്യേകമായിട്ട്, അത് ഇനി ഒരു അവസരമായിട്ട് ജനങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം എത്തിക്കുന്നതിനൊക്കെ പ്രയോജനപ്പെടുത്തുന്ന ഒരു രീതി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു തെറ്റ് കണ്ടെത്തേണ്ട ഒരു വിഷയവുമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന ദിനമോ അല്ലെങ്കിൽ ജനിച്ച ആഴ്ചയോ മാസമോ ഒക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സന്ദേശവും ജനങ്ങളെ അറിയിക്കാനും ജനങ്ങൾക്ക് അത് പരിചയപ്പെടുത്താനും ഒക്കെ ഉള്ള ഒരു അവസരമായിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഒരു മോശമായ അല്ലെങ്കിൽ വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് നമ്മളുടെ സാംസ്കാരികവും അതുപോലെ വിദ്യാഭ്യാസപരവും ഒക്കെ ആയിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്ന ഒരു രീതിയാണ് ഇന്ന് നമ്മൾ പലപ്പോഴും കാണുന്ന ഈ നബിദിനാഘോഷം എന്ന് പറയുന്ന ഒരു സംഗതി. അത് അങ്ങനെ കൃത്യമായിട്ട് പാലിച്ചു വരേണ്ട ഒരു ദിനാചരണം എന്നുള്ള നിലക്ക് ഇസ്ലാമിലും മാതൃകയില്ലാത്തൊരു കാര്യമാണ് എന്ന് മാത്രമാണ് അത് സംബന്ധമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം ചോദിച്ചു. പിന്നെ രണ്ടാമത്തെ അതില് തന്നെ നമ്മളെ
പിന്നെ അതിൽ തന്നെ 108 തന്നെ പറയുന്നത് ഖുൽ ഇന്നമാ യൂഹ ഇലയ്യ അന്നമാ ഇലാക്കും ഇലാഹും വാഹിദ് എന്ന് പറയുന്നതിന് ഉം. പിന്നെ അതായത് റസൂൽ സല്ലല്ലാഹു വഹിയായിട്ടും ബന്ധപ്പെട്ട ഇതാണല്ലോ. ഇന്നമാ ഉം. യൂഹ ഇലയ്യ, എനിക്ക് വഹിയ കിട്ടുന്നുണ്ട്. ഉം. അപ്പൊ ഇതേ ആശയം പിന്നെ നമ്മളെ പിന്നെ സൂറത്ത് കഹ്ഫിലെ അവസാനത്തെ സൂറത്തിലെ ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും യൂഹ ഇലയ്യ, ഉം. അതേപോലെ സൂറത്ത് നജ്മില് ഇൻ ഹുവ ഇല്ലാ വഹി യൂഹ മാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹി യൂഹ. ഇവിടൊക്കെ ഖുർആന് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എടുത്തു പറയുന്നത് വഹീനാണ്. തീർച്ചയായിട്ടും അത് വഹിയ എന്ന ഒരു സംഗതി, അത് ചെറിയ ഒരു കാര്യം, വലിയൊരു കാര്യം തന്നെയാണ്. റിസാലത്ത് അടർത്തി മാറ്റപ്പെട്ട് ആഘോഷങ്ങളുടെ ഒരു നായകനായിട്ട് നബിയെ കാണുക എന്ന് പറയുന്നത് എന്തൊരു ക്രൂരതയാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് എത്ര ബുദ്ധിശൂന്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലക്കൊണ്ടത് തന്നെ അദ്ദേഹത്തിന്റെ ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. അതിനെക്കുറിച്ച് യാതൊരു ബോധവും കാണിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ് എന്നുള്ളതിന്റെ പേരിൽ കുറെ ഘോഷണങ്ങളും ആഘോഷ രീതിയും ഒക്കെ ആയിട്ട് പോവുക എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന് കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്ന വിധത്തിലുള്ള സംഗതികള് നമ്മൾ അത് ഏത് സമയത്ത് സംഘടിപ്പിക്കുകയാണെങ്കിലും അതിന് പ്രാധാന്യമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിലോ ജനിച്ച വാരത്തിലോ ജനിച്ച മാസത്തിലോ ഒക്കെ ആവുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. അതാണ് അത് സംബന്ധമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും വഹി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യത്യസ്തനാക്കുന്നത്. അതാണ് നുബൂവത്തിന്റെ ഒരു കാതല് തന്നെ, ഒരു മർമ്മം തന്നെ. ഇല്ലാതെ എന്ത് റസൂല്? ലോകത്തോട് വളരെ വ്യത്യസ്തമായ ഒരു ഉദ്ഘോഷിക്കാനില്ലാതെ എന്ത് നബി? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇന്നത്തെ സെഷൻ അവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തോളൂ. ബാക്കി നമുക്ക് നാളെയും വേണ്ടി വരികയാണെങ്കിൽ മറ്റന്നാളും ഒക്കെ ആയിട്ട് കൈകാര്യം ചെയ്യാവുന്നതാണ്. വാഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.